അപ്പൊ ദേ ഇന്നു മുതൽ ഇവിടെയാണ് നമ്മുടെ പുതിയ താമസം. മന്ത് എൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങില് നല്ല തിരക്കായിരുന്നു ഞാൻ ചെന്നപ്പോ. കാരണം ചിലര് പോകുന്നു, ചിലര് വരുന്നു. അത് എല്ലാ ബിൽഡിങ്ങിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ. ഞങ്ങള് കരാമയില് നിൽക്കുന്ന സമയത്ത് എല്ലാ 31st ആവുമ്പോഴും കുറെ പേര് പെട്ടിയും കൊണ്ട് പോകുന്നത് കാണാം. കുറെ പേര് പെട്ടിയും കൊണ്ട് വരുന്നത് കാണാം. അതേപോലെ ഞാനും ഇന്ന് അവിടുന്ന് പെട്ടിയും കൊണ്ടിറങ്ങി. ദാ പെട്ടിയും കൊണ്ട് ഇങ്ങോട്ടത്തേക്ക് വന്നു. എന്റെ തിങ്സ് ഒക്കെ ഇവിടെ ഈ ബിൽഡിംഗ് നോക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനും പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനും കൂടെ വെച്ച് തന്നു. ദാ ഇതാണ് എന്റെ റൂം. ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചത് ഏതോ കലാകാരിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കബോർഡിൽ അത്യാവശ്യം ചിത്രപ്പണികളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സ്പേസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. പിന്നെ അത്യാവശ്യം ആകെയുള്ള ഒരു ആശ്വാസം എന്താന്ന് വെച്ചാൽ കബോർഡ് ഉണ്ട്. അത്യാവശ്യം തിങ്സ് ഒക്കെ അതിൽ പൊയ്ക്കോളും. പാക്കിങ് പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അൺപാക്കിങ്ങും. എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. പക്ഷെ ചെയ്തു തീർത്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം കട്ടിലിൽ കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. എന്റെ ദൈവങ്ങളെയൊക്കെ ഒരു ഡ്രസ്സിലൊക്കെ പൊതിഞ്ഞ് കെട്ടി സെപ്പറേറ്റ് ഒരു ബാഗിലാക്കി തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് എങ്ങാനും ഇത് സൈഡെങ്ങാനും തട്ടി പൊട്ടുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ അതിനും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവരെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ബോർഡ് വേണമെന്ന് പറഞ്ഞപ്പം അതും എനിക്ക് ആ ചേട്ടൻ ചെയ്തു തന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരുവിധം നമ്മളെല്ലാം ഒതുക്കി ബെഡും ഒന്ന് കിടക്കാൻ പരുവത്തിനാക്കി. ദേ ഇത് എനിക്ക് വരുന്നതിന് മുമ്പ് ലക്കി വാങ്ങിച്ചു തന്നതാട്ടോ. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു സ്പേസ് നല്ലോണം എവിടെയെങ്കിലും സെറ്റ് ആക്കിയിട്ട് അതിനെ ഒന്ന് ഇരുത്താം. അപ്പൊ ഇനി അശോകന് കുറച്ച് ക്ഷീണമാകാം. ബൈ ബൈ.